Good morning, all. Good morning. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് അനസ് സർ ആണ്. സാറ് പബ്ലിക് സ്പീക്കർ ആണ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ആണ്. സാറിനെ വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഹലോ സജന മാം ഒന്ന് ഹോസ്റ്റ് ആക്കാവോ? ചെയ്യാം സർ. ഓക്കെ, താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. Good morning, sir. ഗുഡ് മോർണിംഗ് ചന്ദ്ര മാം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന കുറേ ദിവസത്തിന് ശേഷമാണ് എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ടൈമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് പോകാത്തത് കൊണ്ടാണ് മോർണിംഗ് സർക്കിൾ ലൈവായിട്ട് കയറാൻ പറ്റാത്തത്. അപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ, ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നിട്ടൊന്നും ബാക്കപ്പ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ വിങ്സ് വിത്തൗട്ട് സ്കൈ എന്ന് പറയുമ്പം നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ കുറേ കഴിവുകളുണ്ട്. നമ്മുടെ ഈ കഴിവുകൾ നമുക്ക് എപ്പോഴൊക്കെയോ എവിടേക്കോ കുറേ തടസ്സമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു മീനിങ്. അതെന്താണെന്ന് കൂടുതൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. പറ്റുന്നവരൊക്കെ സ്ക്രീനിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. വിങ്സ് വിത്തൗട്ട് സ്കൈ, അതായത് നമ്മുടെ സ്ട്രെങ്തും ഒരുപക്ഷെ നമ്മുടെ ബിഹേവിയർ ആയിക്കോട്ടെ, നമ്മുടെ ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് എവിടേക്കോ ഒരു തകർച്ച സംഭവിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് കൂട്ടിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളെ കൂട്ടിൽ അകപ്പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അത് ഏതൊക്കെ മേഖലകളിലാണ് അങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. നമുക്കറിയാം, നമുക്ക് ചുറ്റിനും ഒരുപാട് പക്ഷികളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ബേഡ്സിനെയൊക്കെ. ഈ ബേഡ്സിനെയൊക്കെ വീട്ടിൽ വളർത്തുന്ന ബേഡ്സുകളൊക്കെ ഇല്ലേ? ഉദാഹരണത്തിന് തത്തയെ നമ്മൾ വീട്ടിൽ വളർത്തും. ഇങ്ങനെ പല പല തരത്തിലുള്ള പക്ഷികളെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തത്തില്ലേ? ഈ വീട്ടിൽ വളർത്തുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ? ഈ ഇത്രയും ലോകത്ത് നല്ല ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് ഒരുപാട് ഭംഗിയൊക്കെ കൊടുത്ത് ഈ ലോകം മുഴുവനും സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ചിറകുകളൊക്കെ കൊടുത്തിട്ട് ഈ പക്ഷികൾക്ക് ഈ ലോകം മുഴുവനും സഞ്ചരിക്കാൻ പറ്റാതെ ഏതെങ്കിലും ഒരു വീടുകളിൽ കിടക്കേണ്ട, അല്ലെങ്കിൽ ഒരു കൂട്ടിൽ മാത്രം അകപ്പെട്ട് പോയി കിടക്കേണ്ട ഒരു അവസ്ഥ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടില്ലേ? ചില വീടുകളിലൊക്കെ പക്ഷികളൊക്കെ വളർത്തുന്ന കണ്ടിട്ടില്ലേ? ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളർത്തുന്നത്? എന്തുകൊണ്ടാണ് ഈ പക്ഷികളെ അതിനെ വളർത്താൻ ഈ വീട്ടുകാര് അല്ലെങ്കിൽ ആ വ്യക്തി ഇതിന് മുതിരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തത് മെലേഡീസ് വോയിസ്. ഒരുപക്ഷെ അതിന് നല്ല പോലെ സംസാരിക്കാൻ, അല്ലെ പാടാൻ, അല്ലെ സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അല്ലേ? തത്തമ്മയ്ക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്ന കഴിവുകളൊക്കെ ഇല്ലേ? അതേപോലെ വൈബ്രന്റ് കളേഴ്സ് ആയിരിക്കും. നല്ല ഭംഗിയുള്ള കളറുകളായിരിക്കും അതിൻ്റെ ചിറകുകൾ കാണാൻ, അതിൻ്റെ തൂവലുകൾ കാണാൻ ഒക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ യുണീക്ക് ആയിട്ടുള്ള ട്രേഡ്സ്, എന്തെങ്കിലും പ്രത്യേക സവിശേഷതകൾ. ചില ഈ പാരറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് തിരിച്ചു പറയാനുള്ള ഒരു കഴിവുണ്ട്. സാധാരണ പക്ഷികളെ സംബന്ധിച്ച് പാരറ്റിനെ വേറിട്ട് നിർത്തുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് തിരിച്ചു പറയും. നമ്മൾ സ്ഫടികം എന്നുള്ള മോഹൻലാലിന്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, തിലകനൊക്കെ ആയിട്ടുള്ള. അതിനകത്ത് ആ തത്തുമ്മയെ അടുത്ത് പറയുമ്പോൾ ആ തത്തുമ്മ തിരിച്ചു പറയുന്ന ഒരു സീൻ കണ്ടിട്ട് ഉണ്ടായിരിക്കും എല്ലാവരും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടിനും ഒക്കെ ഒരുപാട് പക്ഷികളെ ഇതേപോലെ വീട്ടിൽ വളർത്തുന്നുണ്ട്. ആ വളർത്തുന്ന പക്ഷികൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ കാക്കയെ വീട്ടിൽ വളർത്തുന്ന കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കാക്കയെ കൂട്ടിനകത്ത് അടച്ചിട്ടിട്ട് വീട്ടിൽ വളർത്തുവോ? ഇല്ല അല്ലേ? അപ്പം ഇങ്ങനെയുള്ള പക്ഷികളെയൊക്കെ നമ്മൾ വീട്ടില് വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഈ പക്ഷികളെയൊക്കെ ഇതേപോലെ വീട്ടിൽ വളർത്തുന്നത്? ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത, എക്സ്ട്രാ ബാക്കിയുള്ള പക്ഷികളെക്കാട്ടിലും എന്തെങ്കിലും ഒരു എക്സ്ട്രാ കഴിവ് അതിന് ഉണ്ടായിരിക്കും. അങ്ങനെ കഴിവുള്ളതിന്റെ പേര് മാത്രമാണ് ഈ പക്ഷികൾക്ക് ഇതേപോലെ ആ, അവിടെ വളരാൻ പറ്റുന്നത് അല്ലെ വീട്ടിൽ വളർത്തുന്നത്. ഇതേപോലാണ് നമ്മുടെ
നമ്മൾക്ക് ഇടയിലുള്ള പല ആൾക്കാരും. കാരണം ഇവർക്കും പല ആൾക്കാരിലും ഇതേപോലെ ഒരുപാട് കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ, അവർ സ്വയം ആർജിച്ചെടുത്തിരിക്കുന്ന പല കഴിവുകളും കാണും. പക്ഷെ ഈ കഴിവുകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്ന പല ആൾക്കാരും ഇന്നും നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതെന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ കഴിവില്ലാത്തവർക്ക് പൊതുവെ ഉയർന്നു വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അല്ലെ ഏതെങ്കിലും ഒരു മേഖലയിൽ കുടുങ്ങി കിടക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ, അല്ലെ അവരുടെ കഴിവ് അവരെ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ഓക്കെ. പക്ഷേ നല്ല ടാലൻ്റ് ഉള്ളവരും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹം കാണിക്കുന്ന വ്യക്തികളും എവിടെയൊക്കെയോ ഇതേപോലെ കുടുങ്ങി കിടക്കുന്നുണ്ട്, അവരുടെ ചിറകുകൾ ഉപയോഗിച്ച് പറക്കാൻ പറ്റാത്ത രീതിയിൽ. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. അതിനകത്ത് ഐറണി ഓഫ് ടാലൻറ്റ്സ്. ചില ആൾക്കാർക്ക് ഒരുപാട് നല്ല ടാലന്റ് കാണും. ആ ടാലന്റ് ആയിരിക്കും അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അതായത് എന്തെങ്കിലും അവർക്ക് എക്സ്ട്രാ ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവുകൾ അവർക്ക് പാരയായിട്ട് വരുന്നത് സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പം ഒരുപക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും അനുഭവിച്ചിട്ടും ഉണ്ടാവാം. പല കഴിവുകളുള്ളവർക്കും എപ്പോഴും എന്തൊക്കെയോ ചെയ്യേണ്ടി വരുന്ന, അവർക്ക് എന്തൊക്കെയോ ഒരു ഉത്തരവാദിത്തം മാത്രം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ചില മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. ജോലി ചെയ്യുന്ന മേഖലകളിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നവർ അവർക്ക് തന്നെ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു ജോലി വീണ്ടും വീണ്ടും ആ ഒരു സ്ഥാപനത്തിന് ആൾക്കാർ കൊടുക്കും. അത് വീട്ടിലായാലും ശരി, ജോലിയിലായാലും ശരി, ബാക്കിയുള്ള പല കാര്യത്തിലായാലും ശരി. അങ്ങനെയുള്ള ജോലികൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തിൽ നോ പറയാനുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എവിടെ നിന്ന് വരുന്നത്. അത് അവരുടെ ആ ഒരു കഴിവുള്ളതിന്റെ പേരിലാണ്. ഒരുപക്ഷെ അവർ ആദ്യമേ നോ പറഞ്ഞല്ലേ അവർക്ക് അത് പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരേണ്ടി വരത്തില്ല. അത് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് അത് വരുന്നതെന്ന് നോക്കാം. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഡിവിഷനാണ് കേജസ് ഇൻ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിൽ കുടുങ്ങിപ്പോയി കിടക്കുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മൾക്ക് ചുറ്റിലുമുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഓവർ പ്രൊട്ടക്ഷൻ. അതായത് ഒരുപാട് ഓവർ പ്രൊട്ടക്ഷൻ കാണിച്ചതിന്റെ പേരിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് ഈ പാരന്റിങ് സെഷൻസ് ഒക്കെ കേൾക്കുമ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിഭാഗമാണ് ഹെലികോപ്റ്റർ പാരന്റിങ് എന്നുള്ളത്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹെലികോപ്റ്റർ പാരന്റിങ് എന്നുള്ളത് കേട്ടിട്ടില്ലേ? ഇല്ലേ? Yes, sir. Yes, sir. ആ. അപ്പൊ ഈ ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ വരുന്നത്? കുട്ടികളെ നമ്മൾ ഒരു അവസ്ഥയിലും അവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സൈക്കിൾ ചവിട്ടാൻ പോയാലോ, ഒന്ന് ഓടാൻ പോയാലോ നമ്മൾ ഒരുപാട് ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കും. അവർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ അവർക്ക് ചുറ്റിനും ചെയ്തു കൊടുക്കും. അവർക്ക് ജസ്റ്റ് എന്തെങ്കിലും ടൂറിന് പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ പുറത്ത് പോയി ടൂറിന് പോയി എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് പറ്റുമോ, അതുകൊണ്ട് ടൂറിന് വിടാത്ത പാരൻസ്, ഇതൊക്കെ ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന്റെ കാരണത്താലാണ്. ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് സ്വന്തമായിട്ട് അവർക്ക് ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റാതെ അതിൽ കുടുങ്ങിപ്പോയി കിടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും കുട്ടികളെ സംബന്ധിച്ച്. പിന്നെ വേറെ കുറെ വിഭാഗത്തിലുണ്ട്. അതായത് ഈ ഓവർ പ്രൊട്ടക്ഷൻ കാരണം ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, കപ്പിൾസിന്റെ ഇടയിൽ മാത്രമല്ല ലവേഴ്സിന്റെ ഇടയിലായാലും ശരി, വേറെ ഓരോ വിഭാഗത്തിലും ഈ ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടേതായിട്ടൊരു ലൈഫ് നയിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരവസ്ഥ നമുക്ക് സാധാരണയായിട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേതാണ് പീപ്പിൾ പ്ലേസിങ് മെന്റലി. അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഉദാഹരണം, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ഫുഡ് കഴിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും അവരുടെ ഇഷ്ടം നോക്കിയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുമായിരിക്കും. അത് നമുക്ക് ആ ഒരു ഫ്രൈഡ് റൈസിനോട് ഇഷ്ടം കാണത്തില്ലായിരിക്കും, പക്ഷെ അവർക്ക് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം അവിടെ അവരുടെ മുന്നിൽ നമ്മളത് സർവൈസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഓർഡർ കൊടുക്കേണ്ട അവസ്ഥ വരും. അതേപോലെ തന്നെ ഒരു ഭാര്യ ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് എടുക്കുമ്പം ഭർത്താവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി സ്വന്തം ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട്, പക്ഷെ ഭർത്താവിന് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? എൻ്റെ ഹസ്ബൻഡിന് ഇത് ഇഷ്ടമല്ലാത്തതിന്റെ പേരിൽ, ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്തതിന്റെ പേരിൽ ഇടണോ വേണ്ടോ എന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷെ നേരെ തിരിച്ചു ഭർത്താവും ഭാര്യയായിട്ട് ഈ ഒരു രീതിയിലായിരിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും പല മേഖലകളിലുള്ള. അതൊരു കോഴ്സ് എടുക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും സുഹൃത്തുക്കളിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ആണെങ്കിൽ അവരുടെ നിർബന്ധപ്രകാരം നമ്മൾ എടുക്കും. ജോലിയിൽ പ്രവേശിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ ഏതൊക്കെ മേഖലകളിലായാലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ഇഷ്ടം നമ്മൾ വേണ്ടാതെ വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പിലെ കേജസ് ഇൽപ്പെട്ട ഒരു പോർഷനാണ്.
ഇനി മൂന്നാമതായിട്ടാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്നത്. അതും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കള്, പാരൻസ് ഇതിനിടയിലാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നീ എന്നെ വിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തുനിന്ന് ഞാൻ വിട്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചുറ്റിനുമുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഏതെങ്കിലും ചിലപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാള്, ചിലപ്പം ഭാര്യയിൽ നിന്ന് പ്രശ്നം അനുഭവിക്കുന്ന ഹസ്ബൻഡ്, അല്ലെ ഹസ്ബൻഡിൽ നിന്ന് പ്രശ്നം അനുഭവിക്കുന്ന ഭാര്യ, അവർക്ക് പരസ്പരം ഒരു ധാരണ വെച്ചിട്ട് അവരുടെ ലൈഫിൽ ഒരു ഭയങ്കര ഒരു പ്രശ്നം നേരിടുന്ന ഒരു അവസ്ഥയിൽ അതിൽ നിന്ന് മാറിപ്പോയാൽ പോലും ഈ പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ കുടുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അത് ആ അവസ്ഥ ഉണ്ടാക്കുന്നത് എന്തായിരിക്കും? അവരുടെ ലൈഫിൽ തന്നെ അവരുടെ ഒരു ദൈവം കൊടുത്ത ഒരു ജീവിതം അവരായിട്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു കൊടുക്കേണ്ടത്. ഒരിക്കലും നമുക്ക് നമ്മളുടെ സമാധാനം കളഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കളഞ്ഞിട്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന ഒരേ ലൈഫാണ്. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നമുക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റും. പക്ഷെ അതിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമായിട്ടും പാടെ മാറ്റി ഒരിക്കലും മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ തുടർന്ന് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കണ്ട എന്നാണ് പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇത്. ചിലപ്പം ചില ആൾക്കാർക്കെങ്കിലും എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള താല്പര്യം കാണും, അത് അവരുടെ ഇഷ്ടം. പക്ഷെ എങ്കിലും എവിടെയൊക്കെയോ നമ്മുടെ ലൈഫിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് കേജസ് ഇൻ റിലേഷൻഷിപ്സിൽ, അതായത് റിലേഷൻഷിപ്പിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. അത് ഓവർ പ്രൊട്ടക്ഷൻ കാരണം. രണ്ടാമതായിട്ട് പീപ്പിൾ പ്ലീസിങ് മെന്റലി, ഏതെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സർപ്രൈസ് ചെയ്യുന്ന ഒരവസ്ഥ. മൂന്നാമത്തതായിട്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ, മറ്റുള്ളവര് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യിച്ചാലോ അല്ല ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇമോഷൻസ് തോന്നിയിട്ട് നമ്മൾ അതിന് മുതിരാത്ത ഒരവസ്ഥയാണ് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? അതെ, ഓക്കെ, ഞാൻ ക്ലിയർ ഇച്ചിരി ആണ് സ്പീഡ് സർ. കൂടുതലാണെങ്കിൽ പറയണേ. ഇല്ല ഇല്ല സർ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കേജസ് ഇൻ വർക്ക് പ്ലേസ്. നേരത്തെ നമ്മൾ നോക്കിയത് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഈ പറയുന്ന നമ്മളൊരു തടവ്, ആ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നോക്കി അല്ലേ. അത് പാരൻസിൽ നോക്കി, ഹസ്ബൻഡ് വൈഫിൽ നോക്കി, മറ്റുള്ള ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നതെന്ന്. അതിനകത്ത് ഒന്നാമതായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതും പലയിടത്തും കാണുന്നതുമായിട്ടുള്ള ദ കംഫർട്ട് സോൺ എന്ന് പറയുന്നതാണ്. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഇപ്രാവശ്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും പല സെക്ഷൻസും കേൾക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാം എന്നുള്ളതൊക്കെ ഒരുപാട് സെഷൻസ് പലയിടത്തും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു നിസ്സാരപ്പെട്ട ഒരു സംഭവം അല്ല. നമുക്ക് കൃത്യമായിട്ടൊരു ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെയോ എവിടുന്നൊക്കെയോ ഒന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ അത് നമ്മുടെ കംഫർട്ട് സോണായിട്ട് കണ്ടിട്ട് നമ്മൾ അവിടെ കിടക്കും. നമുക്ക് അവിടുന്ന് ഒരു അപ്ഡേറ്റഡ് ആയിട്ടൊരു സ്കില്ല് നമ്മൾ നോക്കത്തില്ല, നമുക്ക് വേറൊരു ജോലി നോക്കത്തില്ല, ഇതിലും ബെറ്റർ ആയിട്ട് എന്തെങ്കിലും സംഭവം നമുക്ക് കിട്ടുന്നോ എന്ന് നമ്മൾ നോക്കത്തില്ല. കാരണം നമ്മുടെ ലൈഫ് മുഴുവനും കിടക്കുന്നത് ആ ഒരു കംഫർട്ട് സോണിലാണ്. ഇന്ന് ആൾക്കാർ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് ഒരു ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആൾക്കാർ മടിക്കുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു ഉള്ളിലൊരു ഭയമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജോലി എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് സാലറി കിട്ടുന്നു, നാളെ ഈ ഒരു ശമ്പളം ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും പറ്റുന്നത്? എനിക്ക് ഓക്കെ ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ഇതിലും വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് ഇന്നും പഴയ ശമ്പളത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ കഴിവുണ്ട് എന്ന് തോന്നിയിട്ട് പോലും വേറൊരു കാര്യത്തിലോട്ടോ തിരിക്കാതെ ആ ഒരു സ്റ്റേജിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിനുണ്ട്. ചിലപ്പം ഞാൻ ഉൾപ്പെടെ, അല്ലെ നമുക്ക് ചുറ്റിനുള്ള ആൾക്കാർ നമുക്ക് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നമ്മൾ എത്ര വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനുള്ള കഴിവുകൾക്കനുസരിച്ച് നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പറ്റൻസി ട്രാപ്പ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ കഴിവും മിടുക്കും കൊണ്ട് മാത്രം നമ്മൾ ഒരിടത്ത് കുടുങ്ങി കിടക്കുന്ന ഒരവസ്ഥ. അത് നമ്മൾ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ നല്ല സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നല്ല സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കാം.
അപ്പോൾ കസ്റ്റമറൊക്കെ വരുമ്പോഴെല്ലാം അയാൾ നല്ല രീതിയിൽ നല്ല കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുന്നു, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു, ആ കസ്റ്റമേഴ്സ് നല്ല ഫീഡ്ബാക്ക് കൊടുക്കുന്നു, അത് മാനേജ്മെന്റ് അറിയുന്നു, ആ സ്ഥാപനത്തിൻ്റെ മുതലാളിക്ക് ഈ ഒരു സ്റ്റാഫിനെ പറ്റി നല്ല മതിപ്പുണ്ടാവുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിന്നും നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ഈ വ്യക്തിയെ കമ്പനി പ്രൊമോഷൻ കൊടുക്കുന്നില്ല. ആ ഒരു സെയിൽസ് സ്റ്റാഫായിട്ട് തന്നെ നിർത്തിയേക്കുക. ചിലപ്പോൾ 500 1000 സാലറി കൂട്ടി കൊടുത്തിട്ട് വർഷങ്ങൾ കൊണ്ടേ 15 20 വർഷം കൊണ്ട് ഇന്നും പല മേഖലകളിലും താഴേക്കിടയിൽ അല്ലെങ്കിൽ സെയിൽസ്മാനായിട്ട് കഴിവുണ്ടായിട്ട്, കഴിവില്ലാത്തവരുടെ അല്ല, കഴിവുണ്ടായിട്ട് ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങിപ്പോയി കിടക്കുന്ന ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കഴിവ് ആ ഒരു മേഖലയിലാണ് ആ മാനേജർക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മുതലാളിക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു ജോലിയിൽ അവർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നു. ഇനി അവിടെ നിന്ന് അവരെ മാറ്റിക്കഴിഞ്ഞാൽ, ചിലപ്പം പ്രൊമോഷൻ കൊടുത്തൊരു സെയിൽസ് മാനേജർ ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലും ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആക്കി കഴിഞ്ഞാൽ, ആ സ്ഥാനത്തിലേക്ക് വേറൊരാൾ വന്നാൽ ഇതേപോലെ നല്ലൊരു സർവീസ് കൊടുക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് ആ സ്ഥാനത്തിൽ തന്നെ അയാളെ നിർത്തും. ഒരുപാട് ആൾക്കാർ ഇതേപോലെ നിൽക്കുന്നുണ്ട്. നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും. സെയിൽസിലൊക്കെ ആയാലും ശരി, വേറെ ഏതെങ്കിലും മേഖലകളിലായാലും ശരി, ഇവരൊക്കെ കഴിവുണ്ട്. പക്ഷെ ആ ഒരാളെ പോസ്റ്റ് മാറ്റി വേറൊരു സെക്ഷനിലേക്ക് കൊടുത്താൽ ചിലപ്പം ആ സെക്ഷനിലെ ആ സ്ഥാപനത്തിൽ ഒരു പ്രശ്നം വരും എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് ആ സ്ഥാപനത്തിൽ ഒരിക്കലും അവരെ പ്രൊമോഷൻ കൊടുത്ത് വേറൊരു പോസ്റ്റ് കൊടുക്കത്തില്ല. അപ്പൊ ആൾ അവിടെ വർഷങ്ങൾ കൊണ്ടേ നിന്ന് 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 ആ ഒരു ചെറിയ ശമ്പളത്തിന് ചിലപ്പം ചെറിയ രീതിയിലൊക്കെ തുക കിട്ടുമായിരിക്കും. അതായത് നേരിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഇന്നും 15 വർഷം മുമ്പ് ഏത് പോസ്റ്റിലാണോ അയാൾ നിന്ന് ആ സ്ഥാനത്ത് തന്നെയാണ് അയാൾ ഇന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മളെയൊക്കെ കാട്ടിലും കഴിവുള്ള വ്യക്തിയാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഈ ഒരു കഴിവും കാര്യങ്ങളും അവിടെ പ്രകടിപ്പിച്ചപ്പം മാനേജ്മെന്റ് ആ ഒരു പോസ്റ്റ് കൊടുത്തു. അതിനപ്പുറത്തോട്ട് ഹയറാർക്കിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാതിരുന്നപ്പോഴത്തേക്കും ആളുടെ കംഫർട്ട് സോൺ ആണെന്ന് വിചാരിച്ചിട്ട് ആൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. പക്ഷെ അയാൾ അവിടുന്ന് ഒരു പ്രാവശ്യം പുറത്തു പോയായിരുന്നെങ്കിൽ ഇന്ന് ഇതിനെക്കാട്ടിലും വലിയ വലിയ സ്ഥാപനങ്ങളിൽ നല്ല ഹൈറാർക്കി ആയിട്ടുള്ള നല്ല മാനേജർ പോസ്റ്റിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഇന്നും അദ്ദേഹം അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ ഒരു കൂട്ടിൽ ഇന്നും അദ്ദേഹം കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പം ഇതേപോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിനുമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ലൈഫിൽ റിലേഷൻഷിപ്പിലാണ് കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ നീ പറഞ്ഞേക്കുന്നത് വർക്ക് പ്ലേസിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥയായിരിക്കും. അത് ചെറിയ ജോലി ആയിക്കോട്ടെ, വലിയ ജോലി ആയിക്കോട്ടെ, അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അപ്പൊ അത് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് മെന്റലി എന്തൊക്കെയാണ് നമ്മൾ ഇതേപോലെ ഒരു പക്ഷി കൂട്ടിലകപ്പെട്ട് കിടക്കുന്ന പോലെ തന്നെ മെന്റലി എങ്ങനെയാണ് നമ്മൾ ഇതേപോലെ അകപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് നോക്കാം ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, അല്ലെ? ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു രീതിയിൽ പേടിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം, ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഒരു പ്രോബ്ലം പറഞ്ഞായിരുന്നു. ഹസ്ബൻഡിന്റെ വൈഫിന്റെ ഇടയിൽ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ എല്ലാ ദാമ്പത്യ ജീവിതവും നല്ല സ്ട്രോങ് ആയിട്ട് പോവല്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത്. കാര്യം അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഭയങ്കര പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഫാമിലീസിലെ ചില ബന്ധങ്ങളിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ അവർക്ക് തടസ്സമായിട്ട് നിന്നിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തതാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് വിചാരിക്കും, എന്നെ കുറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ ചെയ്തില്ല എങ്കിൽ എന്തായിരിക്കും അവർ വിചാരിക്കുന്നത്, ഒരു നല്ല ഇമേജ് നമ്മൾ കെട്ടിപ്പടുത്തിട്ടുള്ളത് അതിൽ ഒരു കോട്ടം സംഭവിക്കുമോ എന്നുള്ള ഒരു ചിന്തകളൊക്കെ വെച്ചിട്ട് പല ആൾക്കാരും അവർക്ക് ഇഷ്ടമല്ലാത്ത ലൈഫിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ കാണും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഒരു എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് അവർ അവിടെ തന്നെ അകപ്പെട്ടു പോയി കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ജോലിയിലും ഇതേ അവസ്ഥയുണ്ട്. ജോലിയിൽ ഇതേ അവസ്ഥയുണ്ടെന്ന് പറയുന്നത് പറഞ്ഞില്ലേ, അതായത് ഈ ഒരു ജോലിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളൊരു പേടിയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ അവിടെ തന്നെ കുടുങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും വരുന്നത്. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ,
നമ്മുടെ ഏതെങ്കിലും ഒരു പാസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, മുമ്പ് ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് അനുഭവിച്ചതിൽ നിന്നും നമുക്കൊരു ഒരു ഒരു ഫെയിലിയർ സംഭവിച്ചു. ഫെയിലിയർ സംഭവിക്കാതായിട്ട് ആരുമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഫെയിലിയർ സംഭവിച്ചപ്പോഴത്തേക്കും ഇനി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫെയിലിയർ ഉണ്ടാകും. അങ്ങനെ ഒരു ധാരണയിൽ, ആ ഒരു പേടിയിൽ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാത്ത, ഉദാഹരണം നമുക്ക് സ്റ്റേജിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയ സമയത്ത് ഒരുപക്ഷെ നമ്മൾക്ക് ആദ്യം നമുക്ക് ചിലപ്പം ആൾക്കാരുടെ മുന്നിൽ നാണം കെടേണ്ട ഒരു അവസ്ഥ വന്നു കാണും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഒരിക്കലും ഇനി എനിക്ക് അതിനൊക്കെ സാധിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകാത്തൊരവസ്ഥ. നമുക്ക് തന്നെ മോർണിംഗ് സെക്ഷനിൽ തന്നെ എത്രയോ ആൾക്കാർക്ക് ചിലപ്പം ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് സെഷനിൽ എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ വേണ്ട പോലെ സക്സസ് ആകാൻ പറ്റിയിട്ട് ഒന്നും വരുന്നില്ല. പക്ഷെ അത് പേടിച്ചിട്ട് ഇനി എനിക്ക് ഒരു സെഷൻസ് എടുക്കത്തില്ല എന്ന് തീരുമാനിച്ച പല ആൾക്കാരും കാണും. അപ്പം നമ്മൾ ആ ഒരു ഫെയിലിയറിനകത്ത് അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുള്ളിലുള്ള കഴിവുകൾ നമുക്ക് ഒരിക്കലും പുറത്തെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഫീൽ ഓഫ് ഫെയിലിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതായിട്ട് സൈക്കോളജിക്കൽ ഫാക്റ്റ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ആന, അല്ലേ? നമുക്ക് പലരും കണ്ടിട്ടുള്ളതായിരിക്കും. ഒരു ആനയെ കെട്ടിയിട്ടേക്കുന്നു. ആ ചിത്രത്തിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ആ ആനയ്ക്ക് ആ ഒരു കയറ് കെട്ടി ഇട്ടേക്കുന്ന കയറും തടിയും ഒറ്റ സിമ്പിളായിട്ട് വലിച്ചൂരി പോകാൻ പറ്റത്തില്ലേ? ഇത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലേ? Sure, sure. ഷുവർ ആയിട്ടും പറ്റും. പക്ഷെ ആന എന്തുകൊണ്ട് അതിനെ മുതിരാത്തത്? Mentally, it has got stuck somewhere. അതായിരിക്കാം. യെസ്, അതായത് ചെറുപ്പത്തിലെ ഈ ആന കുട്ടിയായിരുന്നപ്പോഴേ ആനയെ അതിന് ഒരു ചെറിയ ഒരു തൂണിലോ അല്ലെ ചെറിയ ഒരു കമ്പിലോ കെട്ടിയിട്ടിട്ട് വളർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആന ശ്രമിച്ചു, കഴിഞ്ഞില്ല. പിന്നെ അങ്ങോട്ട് ആന വലുതായി കഴിഞ്ഞപ്പോഴും ആ ഒരു കയറിന്റെ ഒരു ഇത് ആനയ്ക്കുള്ളപ്പോഴത്തേക്കും ആനയുടെ മൈൻഡ് സെറ്റ് എന്താ വന്നത്? എനിക്ക് ഇനി ഇത് പൊട്ടിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആനയ്ക്ക് വന്നു. അത് കാരണത്താൽ ഒരിക്കലും പിന്നെ ആനയ്ക്ക് പോകാൻ പറ്റത്തില്ല. അതേപോലെ നമ്മുടെയൊക്കെ മൈൻഡിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കാര്യത്തിൽ നമുക്ക് ഫസ്റ്റ് ട്രയൽ നടക്കാഞ്ഞപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഇനി എനിക്കിതിന് പറ്റില്ല, ഞാൻ മെൻ്റലി ഇത് ഇവിടെ ഇങ്ങനെ തന്നെയാണ് എൻ്റെ അവസ്ഥ, എനിക്കിനി ഒരു തിരിച്ചുവരവില്ല എന്ന് വിചാരിച്ചിട്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നം നമ്മളിൽ തന്നെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റുന്നത്. അപ്പം മെൻ്റലി ഏതൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ തന്നെ മനസ്സിൽ വെച്ചേക്കോ, ഇനി എനിക്കൊരു തിരിച്ചുവരവില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് എൻ്റെ അവസ്ഥ. അതിന് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ഉണ്ട്, ഫിയർ ഓഫ് ഫെയിലിയേഴ്സ് ഉണ്ട്, പിന്നെ സൈക്കോളജിക്കൽ ഫാക്റ്റ് ഉണ്ട്. ഈ പറയുന്ന കാരണങ്ങളെല്ലാമാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാരണങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഐഡൻറ്റിഫൈ യുവർ ഗേജ്. ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്രോബ്ലംസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താണ് നമ്മുടെ നമ്മുടെ ഈ തടവറ, അല്ലെങ്കിൽ നമ്മുടെ ഗേജ് എന്തൊക്കെയാണ്, നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചു വരാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫൈൻഡ് യുവർ ബൗണ്ടറീസ്. നമ്മൾ എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്, നമ്മളെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ എന്താണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണോ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോബാണോ, അല്ല എൻ്റെ ലൈഫാണോ, അല്ലെ ഏതെങ്കിലും സിറ്റുവേഷൻസ് ആണോ, എന്തിലാണ് ഞാൻ ഇതേപോലെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് ആദ്യം കണ്ടെത്തുക. അങ്ങനെ ആ സംഭവം കണ്ടെത്തിയതിന് തിരിച്ച് അതിന് തന്നെ നമ്മൾ ചോദിക്കുക. നമുക്ക് അതിനുള്ള തിരിച്ചു മറുപടി നമ്മളിൽ തന്നെ ഉണ്ടാക്കുക. എനിക്കിത് പറ്റില്ലേ, അല്ലെ എനിക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റില്ലേ എന്നുള്ള ഒരവസ്ഥ നോക്കുക. പിന്നെ രണ്ടാമത്തേത് നോ പറയേണ്ടടുത്ത് നോ പറയുക. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതും നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു പ്രശ്നമാണ്. പല ആൾക്കാരും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നോ പറയാൻ പേടിയാം. നമ്മൾ ചെയ്തു കൊടുക്കാം, അല്ലെ അത് സെറ്റാക്കാം, അല്ലെ അത് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് പറയും. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബാധ്യതയായിട്ട് അത് മാറും. നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ അവൈലബിലിറ്റി. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആകുന്ന എവിടെയാണോ അവിടെ നമുക്ക് വാല്യൂ കുറയും എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? നമ്മൾ എപ്പോഴും എവിടാണോ നമ്മുടെ അവൈലബിലിറ്റി കൂടുതൽ കൊടുക്കുന്നത്, അത് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് ചുറ്റിനുമുള്ള ഒരുപാട് ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലേ? അവരായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം പോലും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ
അങ്ങനെ അവസരം കിട്ടാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരൊരു അപ്പോയിന്റ്മെന്റ് വേണ്ടിയിട്ട് എടുക്കാനും ഒക്കെ എടുക്കും. കാര്യം സമൂഹത്തിൽ വലിയ വാല്യൂ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവർക്ക് പോലും ഈ പറയുന്ന വാല്യൂ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവിടുത്തെ എവിടാന്നറിയാവോ? എവിടെ ആയിരിക്കും? ആർക്കെങ്കിലും പറയാവോ? ആർക്കെങ്കിലും തെറ്റിക്കോട്ടെ. വീട്ടിലാണോ? യെസ്, ആൻസർ സാർ. വീട്ടിലെ അല്ലേ? ചിലപ്പോൾ സ്വന്തം ഭാര്യയുടെ മുന്നിൽ, അല്ലെ സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ, അല്ലെങ്കിൽ വീട്ടില് ഈ പറയുന്ന പോലെ. എന്തുകൊണ്ടാണ്? വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പം പല ആൾക്കാരും ചിലപ്പം എന്നെ ക്ലാസ് എടുക്കുന്നതിനോ അല്ല മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്നെ വിളിക്കുമായിരിക്കും. പക്ഷേ അപ്പം ഞാൻ അയ്യോ ഇപ്പം ബിസിയാണ്, അല്ല ഇപ്പം അവിടെ ഇതാണ്, അപ്പം അങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടുമായിരിക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് അത്രയും വാല്യൂ കിട്ടുമോ? ഇല്ല. കാരണം എൻ്റെ ഭാര്യയുടെ മുന്നിൽ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ അത്രയും ഇത് കുറയും. അതേപോലെ നമ്മൾ ഒരു എപ്പോഴും നമുക്ക് ഒരു വിളിക്കപ്പുറം നമ്മൾ ഉണ്ട് എങ്കിൽ നമ്മുടെ വാല്യൂ അവിടെ കുറയും. അത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ആരോടും പ്രതികരിക്കേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. ആവശ്യങ്ങൾക്ക് പ്രതികരിക്കുക, ആവശ്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കുക. പക്ഷെ ഇതിനൊക്കെ ആവശ്യങ്ങളൊക്കെ ആയിരിക്കുക. നമ്മുടെ വാല്യൂ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഇന്ന് നമ്മുടെ സമയത്തെ നമ്മൾ കളയരുത് എന്നുള്ളതാണ്. സമയമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇന്നത്തെ എന്നല്ല, എന്നത്തെയും. അപ്പൊ അതിന് പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോ പറയാനും കൂടെ പഠിക്കേണ്ടത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മുടെ ടാലന്റ്, മൂന്നാമത്തായിട്ട് നമ്മുടെ ടാലന്റ് എന്താണോ അത് വേറൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് ചുമ്മാ ചെയ്യാതെ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചന്ദ്ര മാമിന്റെ അടുത്ത് ആവശ്യപ്പെടുവാണ്. അപ്പൊ എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ വിമ്പിളിൽ ഒരു അടുത്ത മാസം കൂടുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു പ്രസന്റേഷൻ ചെയ്യണം. അപ്പോൾ അവിടെ പ്രസന്റേഷൻ ചെയ്യുമ്പം ഞാൻ ചന്ദ്ര മാമിൻ്റെ അടുത്ത് പറയുകയാണ്, ചന്ദ്ര മാം എനിക്കൊരു പ്രസന്റേഷൻ നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ ചന്ദ്ര മാം ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ചന്ദ്ര മാം എൻ്റെ അടുത്ത് പറയുന്നത്? ചെയ്തു തരത്തില്ലെന്നാണോ? ഷുവറായിട്ട് യെസ് എന്ന് പറയും സർ. ആ, എസ് എന്ന് പറയും. ആ, ഓക്കെ. മാം എസ് എന്ന് പറയും. ശരിയാ, എസ് എന്ന് തന്നെ പറയണം. നമുക്ക് പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ എസ് എന്ന് പറയണം. അതോടൊപ്പം നമ്മൾ പറയേണ്ടത്, ഞാനത് പ്രസന്റേഷൻ ഞാൻ തന്നെ അങ്ങ് ചെയ്തോട്ടെ, ആ പ്രസന്റേഷൻ ഞാൻ തയ്യാറാക്കുന്നുണ്ട്, അത് ഞാനോടൊന്ന് ചെയ്തോട്ടെ എന്ന് നമ്മൾ ചോദിക്കുക. അതായത് നമ്മളൊരു കാര്യം ഓഫീസിലായി, ഇപ്പൊ ഞാൻ ഈ ഒരു സെഷനിൽ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. പല ഓഫീസുകളിലും നിരന്തരം നമ്മളെ കൊണ്ട് ഇതേപോലെ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യിപ്പിക്കും, അല്ലെ വാക്കുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ പോകുന്നത് വേറെ ആൾക്കാരിലേക്കായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാനിത് ചെയ്യാം, പക്ഷെ അത് പ്രോജക്റ്റ് ഞാൻ അവതരിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുക. ആ സ്ഥാപനത്തിൽ അല്ലെ ആ വർക്ക് ചെയ്യുന്നിടത്ത് അത് ഞാൻ അവതരിപ്പിച്ചോട്ടെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് അടുത്തതായിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്യാം? ഈ ഒരു കേജസ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അതൊന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ആൾക്കാരോട് നോ പറയേണ്ടടുത്ത് നോ പറയുക, എന്നിട്ട് അവരായിട്ടൊരു ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് തന്നെ നമ്മളിലൊരു നമുക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് വേണം നമ്മളൊരു തീരുമാനം എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒട്ടും നമ്മുടെ വാല്യൂ കുറച്ച് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ റിക്ലൈം യുവർ സ്ട്രെങ്ത്. അതും നേരത്തെ ഞാൻ ഈ സൂചിപ്പിച്ചില്ല, ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പം നമ്മൾ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിനുള്ള ഒരു അവസരം കൂടി അവിടെ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചില വീടുകളിൽ അല്ലെ ചില സ്ഥാപനങ്ങളിലൊക്കെ ഡ്രൈവിംഗ് അറിയാവുന്ന ആൾ കാണും. വേറെ ആർക്കും ചിലപ്പോൾ ഡ്രൈവിംഗ് അറിയാത്തൊരു സിറ്റുവേഷൻ കാണും. പക്ഷെ എന്താവശ്യം വന്നാലും ഇവരെ തന്നെ വിളിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം അവർക്ക് അവരുടെ കഴിവുണ്ട്, അവർക്ക് ഡ്രൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്, മറ്റുള്ളവർക്ക് അതില്ല. ഇവർക്ക് ഈ ഒരു കഴിവുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും വീണ്ടും വീണ്ടും അവരെ റിപ്പീറ്റ് വിളിക്കുന്ന ഒരു അവസ്ഥ വരും. ഇതൊരു ഉദാഹരണത്തിന് മാത്രം പറഞ്ഞാണ്. ഓരോ ആൾക്കാരും അവരവരുടെ ലൈഫിൽ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെയുള്ള ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെ എന്തെങ്കിലും കഴിവ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാത്രമാവരുത്, അത് നമുക്കും കൂടെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എംബ്രൈൻസ് ന്യൂ ചലഞ്ചസുകൾ. അപ്പം എപ്പോഴും നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ
ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത്, ആ ഒരു കംഫർട്ട് സോണിൽ മാത്രമായിട്ട് നോക്കാതെ പുറത്തു വരാൻ നോക്കുക. നമ്മൾ എപ്പോഴും പുതിയ സ്കില്ലുകൾ പഠിക്കുക. ആ സ്കില്ലുകൾ പഠിച്ചതനുസരിച്ച് നമുക്ക് നമ്മുടെ കഴിവുകൾ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും ഈ ഒരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരിക്കലും ഒരാളുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെയോ അതിനകത്ത് കുടുങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. നമുക്ക് ദൈവം എല്ലാ മനുഷ്യന്മാരെയും ഒരേപോലാണ് സമയം തന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റും. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അത് ഒരാൾക്കും വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്താതിരിക്കരുത്. ആരെയും ദ്രോഹിച്ചുകൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ നമ്മൾ സന്തോഷിക്കണമെന്നല്ല നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവരെയും അത് അവരുടെ ആഗ്രഹങ്ങൾ പരിഗണിച്ചും അവരുടെ ഇഷ്ടങ്ങൾ പരിഗണിച്ചും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് നമ്മൾക്ക് മാക്സിമം സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിൽ സന്തോഷത്തോടെ നമുക്ക് ഈ ലോകത്ത് പറഞ്ഞു നടക്കേണ്ട ഒരവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ സഹായിക്കാൻ വേറെ ആരും വരത്തില്ല. അതുകൊണ്ട് എന്താണോ നമുക്ക് നമ്മളിൽ ഈ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു കൂട്ടിൽ അകപ്പെട്ട് കിടക്കേണ്ട അവസ്ഥ വരുന്നത്, ആ അവസ്ഥയിൽ നമുക്ക് എന്താണോ, നമുക്ക് നല്ല രീതിയിലുള്ള ചിറകുകളുണ്ട്, പാറിപ്പറക്കാനുള്ള ചിറകുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് ആ പാറിപ്പറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് നമ്മുടെ റെക്കഗ്നൈസ് ചെയ്യുക. അതിനുശേഷം അതിന് എന്തൊക്കെ ചലഞ്ചസുകളാണ്, ഞാൻ എന്തൊക്കെ ലിമിറ്റേഷനാണ് അതിനുള്ളത്, അത് പരിഹരിക്കുക. അത് പരിഹരിച്ചതിന് ശേഷം ഈ ലോകത്തിന്റെ സൗന്ദര്യം മുഴുവനും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പറന്നു നടക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചെറിയൊരു സമയത്ത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? വിങ്സ് വിത്തൗട്ട് സ്കൈ, ഒരു കൂട്ടിലകപ്പെട്ട് കിടക്കുന്ന പക്ഷിയെ പോലെ നമ്മൾ മാറിപ്പോകാതെ നമ്മൾ ഈ ലോകത്ത് പറന്നു നടക്കേണ്ടതിനെ പറ്റിയുള്ള ഒരു വാല്യൂ ആണ് പറയുന്നത്. അത് ഒരു പക്ഷിയെ സംബന്ധിച്ച് അതിൻ്റെ വോയിസും അതിൻ്റെ കളേഴ്സും അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അതിൻ്റെ കഴിവുകളുമാണ് ഈ ഒരു അതിൻ്റെ പ്ലസ് പോയിന്റ് ആയിട്ട് അതിന് കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നതെങ്കിൽ, മനുഷ്യന്മാരെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടത് റിലേഷൻഷിപ്പിൽ കൂട്ടിക്കിടക്കേണ്ട അവസ്ഥ വരുന്നത് ഓവർ പ്രൊട്ടക്ഷൻ കാരണത്താലും അതേപോലെ തന്നെ പീപ്പിൾ പ്ലീസിങ് മെന്റലി എന്നുള്ള ഒരു റീസൺ കാരണത്താലും ഇമോഷണൽ ബ്ലാക്ക് മെയിൽ കൊണ്ടും ഒക്കെ ആയിരിക്കും റിലേഷൻഷിപ്പിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കേജസ് ഇൻ വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് ഒരു പ്രശ്നം അനുഭവിക്കുന്നത്, അത് കംഫർട്ട് സോൺ കൊണ്ടും അതേപോലെ തന്നെ നമ്മളെ അമിതമായിട്ടുള്ള നമ്മുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് ഒരിടത്ത് പ്രയോഗിച്ചത് കൊണ്ട് നമുക്ക് പ്രശ്നം അനുഭവിക്കാനും ചാൻസ് ഉണ്ട്. അതേപോലെ ഒരു മെന്റൽ കേജസ് ആയിട്ടുള്ള ഫിയർ ഓഫ് ജഡ്ജ്മെന്റും ഉണ്ട്, ഫിയർ ഓഫ് ഫെയിലേഴ്സും ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ട് കൊണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലുള്ള ഒരു കേജസ് അനുഭവിക്കാൻ പറ്റും. അതേപോലെ എന്തൊക്കെയാണ് നമ്മുടെ കേജസ്, നമ്മുടെ ഐഡന്റിഫൈ യുവർ കേജ് എന്നുള്ളത് എന്തൊക്കെയാണെന്ന് ഉദ്ദേശിച്ചാൽ ഫൈൻഡ് യുവർ ബൗണ്ടറീസ്, ലേൺ ടു സേ നോ പറയാൻ പഠിക്കുക, അതുപോലെ തന്നെ ഫ്രീ യുവർ ടാലൻസ്. അതേപോലെ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ബ്രേക്ക് ഔട്ട് ആവാം എന്നുള്ളത്, സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്, പിന്നെ റീക്ലൈം യുവർ സ്ട്രെങ്ത്, പിന്നെ എംബ്രേസ് ന്യൂ ചലഞ്ചസ്. ഇത് ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഈ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം ഞാൻ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിയോ എന്നുള്ളതിനകത്ത് നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി കുറച്ച് സമയം ജസ്റ്റ് അതിനൊന്ന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇതേവരെ എന്നെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് കേട്ടതിനും എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെച്ചതിനും എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. സജന മാമിനോടും അതുപോലെ തന്നെ ഫൈസൽ സാറിനോടും സ്പെഷ്യൽ താങ്ക്സ് ഇങ്ങനൊരു അവസരം തന്നതിന്. പിന്നെ എനിക്ക് റിപ്ലൈ തന്ന ചന്ദ്ര മാമിനോടും അൻസാർ സാറിനോടും പിന്നെ ഇതേവരെ എനിക്ക് വേണ്ടിയിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയോടുകൂടി കാത്തിരുന്ന ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയാം. പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അൻസർ സാർ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? സാർ ഇപ്പൊ എല്ലാം എവിടെയാ? സുഖമായിട്ട് പുറത്ത് പോകുന്നു. എവിടെയാ? പുറത്ത് സൗദിയിലാണ്. ആ, എനിക്ക് തോന്നുന്നത് ആ, അവൈലബിലിറ്റി ഏറ്റവും കുറക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നല്ലേ ഇത്രയും ലെങ്തിൽ പോയിട്ട് നിൽക്കണത്. ഇത്രയും ലിമിറ്റില്
ഇത്രയും ലെങ്തിലായതേ അവൈലബിലിറ്റി ഏറ്റവും കുറച്ചതാണെന്ന്. ലെങ്ത് കേട്ടില്ല. ഇത്ര ദൂരം വന്നതേ അവൈലബിലിറ്റി കുറക്കാൻ ആ വേണ്ടിട്ടായിരുന്നു ആ ദൂരം ഇവിടെ. വന്നത്. നേരത്തെ ആ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കംഫർട്ട് സോണിലായിരുന്നു. ആ കംഫർട്ട് സോണിൽ നിന്ന് അതെല്ലേ. പുറത്തു വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇത് വന്ന് കിട്ടിയത്. എനിവേ വളരെ നൈസ് സെഷൻ ആയിരുന്നു, നല്ല സെഷൻ ആയിരുന്നു. ഒരുപാട് അറിവുകൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരുപാട് അറിവുകൾ കിട്ടി. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് താങ്ക് യു യു. സാർ. താങ്ക് യു അനസ് സാർ. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ക്ലിയർ ആയില്ല. റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. സാറുടെ വോയിസ് കേൾക്കുന്നില്ല. കേൾക്കാം. ചന്ദ്രമോഹന്റെ വോയിസ് കേൾക്കാം. കേൾക്കുന്നുണ്ടല്ലേ? ആ ഓക്കെ സർ. അനസ്, നമ്മുടെ അൻസാർ സർ പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. വണ്ടർഫുൾ സെഷൻ. ഞാൻ സാറുടെ മിക്കവാറും ട്രെയിനിങ് സെഷൻസ് മിസ് ചെയ്യാറില്ല. ഫസ്റ്റ് തിങ് ഈസ് ഒരുപാട് സാറുടെ സെഷൻസിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വിംബിൾ അക്കാഡമിയിൽ പഠിച്ച ട്രെയിനിങ് സെഷൻസിന്റെ പെർഫെക്റ്റ് ആയിട്ട് സാർ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ എല്ലാ ട്രെയിനേഴ്സും പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഹൗ യു പ്രസന്റ്, ആ പ്രസന്റേഷൻ. ബിക്കോസ് ചില സമയത്ത് നമ്മൾ ആ ഡീവിയേറ്റ് ആയി പോവാണ്, ആ ട്രെയിനിങ് സെഷന്റെ ആ പേർപ്പസ് തന്നെ ഇല്ലാതാവാണ്. സോ അത് ഞാൻ ഫോളോ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സോ അത് സാറുടെ സെഷനിൽ നമ്മുടെ മൈൻഡിൽ അത് ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ ചിലപ്പോൾ അത് ഡീവിയേറ്റ് ആയി പോകും. അത് ഒരു റീസൺ ആണ്. എക്സ്പേർട്സ് ലൈക്ക് യു വി നീഡ് ടു ലേൺ. ഒരു കാര്യം. രണ്ടാമത്തെ സാറുടെ ടോപ്പിക് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്തവരെല്ലാരും ഐ ഡോണ്ട് നോ, ബട്ട് എനിക്ക് എന്തായാലും ഞാനും ഇതില് കേജ് ആയ ഒരാളാണ് എന്നുള്ളത് ഫീൽ ആയിട്ടുണ്ട്. ഏതോ ഒരു പോയിന്റ് ഓഫ് ടൈം ഏതെങ്കിലും ഒരു റീസൺ കാരണം, പല റീസൺസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പല ആംഗിളിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു എക്സ്ക്യൂസ് ആണ്, കംഫർട്ട് സോൺ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് എക്സ്ക്യൂസസ് ആയിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ പെട്ടുപോവാണ് സംടൈംസ്. എപ്പോഴും ഞാൻ ചില സമയത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഫ് ദിസ് വാസ് നോട്ട് ദെയർ, ഐ കുഡ് ഹാവ് ഡൺ സംതിങ് എൽസ്, ഐ കുഡ് ഹാവ് ടേക്കൺ എ സ്റ്റെപ്പ് എന്നൊക്കെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ചിലപ്പോ എന്റെ ടാലന്റും ഇതിൽ തന്നെ ഡൗട്ടും വരാറുണ്ട്. അതില് ഇപ്പൊ സാറ് അത് ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ചിട്ട് പറയണം. ബിക്കോസ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ സ്കൂൾ ഡേയ്സിലൊക്കെ ചിലപ്പോ നമ്മൾ ടീച്ചേഴ്സും നമ്മളുടെ അടുത്ത് പറഞ്ഞ് നമ്മളെ എവിടെയോ ഇമ്പോർട്ടൻസ് കൊടുക്കാതെയും നിനക്ക് ടാലന്റ് ഇല്ല, ആ രീതിയിൽ നമ്മുടെ മൈൻഡിൽ അത് ഇൻസ്റ്റിൽ ചെയ്തു പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോ നമ്മള് എനിക്കില്ല എന്നുള്ള ഒരു ഫീലിംഗിൽ തന്നെ നമ്മൾ പെട്ടുപോകുന്നതായിട്ടും എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. സോ എനിവേ ഇറ്റ്സ് എ വെരി വെരി ഇൻഫോർമേറ്റീവ് സെഷൻ സർ. നല്ല നമുക്ക് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ആ ഒരു സ്റ്റക്കായ ഒരു ഇതിൽ നിന്ന് പുറത്തു വരണമെന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ക്രിയേറ്റ് ചെയ്തു സർ. ഞാൻ എപ്പോഴും വളരെ നല്ല ഇൻഫോർമേറ്റീവ് സെഷൻസ് ആയാലും എന്റെ കൂടെ ആരൊക്കെയുണ്ട്, ഇപ്പൊ ഇന്നത്തെ സെഷൻ വെച്ചിട്ട് എന്റെ സ്റ്റുഡൻസിനെ ഞാൻ ഗൈഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവരുണ്ടാവും. അതായത് എന്റെ മക്കൾക്കും ഞാൻ എപ്പോഴും ഇവിടുന്ന് എനിക്ക് വിംബിൾ അക്കാഡമിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. ആൻഡ് യുവർ സെഷൻ വാസ് വെൽ പ്രസന്റഡ്. യുവർ പ്രസന്റേഷൻ നമ്മൾ എല്ലാ ട്രെയിനേഴ്സും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു ചന്ദ്ര മാം സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ ഉദാഹരണം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു 10 വർഷം ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ അവിടെ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ഒരുപാട് വർക്കുകളൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഏരിയാസ് അവിടെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചന്ദ്രമാം സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എനിക്കുള്ളിൽ ഒരു ഓക്കെ ആണെങ്കിൽ പോലും, പക്ഷെ എൻ്റെ ആ ഒരു
മാനേജ്മെന്റ് അത് അതിൽ ചില അനുസ അങ്ങനല്ല, അതിങ്ങനെ ചെയ്യണം, അതങ്ങനെ ആക്കണം, അനുസ അത് ചെയ്യുന്നതിനകത്ത് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ കുറ്റപ്പെടുന്ന വെച്ചാൽ നമുക്ക് ഓരോ ബെനിഫിറ്റ് വരുന്നുണ്ട്, നമുക്ക് ഓരോ പോസ്റ്റുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ അവർ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഇതെല്ലാം നടക്കുന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ 10 വർഷത്തിനപ്പുറം ഞാൻ അവിടെ നിന്ന് മാറി വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ അവിടെ എടുത്തതിൻ്റെ 4-1 എഫർട്ട് പോലും എടുക്കാതെ ഈ കമ്പനിയിലെ മാനേജ്മെന്റ് എന്നെ അത്രത്തോളം എനിക്ക് പ്രൊമോഷൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വാല്യൂ അന്നാ തിരിച്ചറിഞ്ഞത്. അപ്പൊ എനിക്ക് അതിന്റെ 4-1 അവസരം പോലും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല, ഇപ്പൊ എടുക്കുന്നില്ല. അന്നെടുത്ത അത്ര എഫർട്ട് പോലും എടുക്കാതെ എൻ്റെ മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ആയി, ടൈം അവൈലബിലിറ്റി എനിക്ക് കൂടി, ഇതേപോലെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ അവസരം കിട്ടുന്നത് പോലും ഇപ്പം ഞാൻ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ്. അതേപോലെ നമ്മൾ പല ആൾക്കാർക്കും ഉണ്ട്. മേഡം അത് സൂചിപ്പിച്ച പോലെ തന്നെ സ്കൂൾ ലൈഫിൽ തന്നെ ഒരുപാട് ആൾക്കാരിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കേസ്. താങ്ക് യു മാം. വാല്യുബിൾ ആയിട്ടുള്ള മാഡത്തിന്റെ ഫീഡ്ബാക്ക് അറിയിച്ചതിൽ മാഡ് ഓൺ ചെയ്തരും. സാറേ, എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു സാറേ. എന്താന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പോസ്റ്റ് ഓഫീസിലായിരുന്നു. അവിടെ ഒരു പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് ഏറ്റവും നല്ല വർക്കിനുള്ള അംഗീകാരവും ട്രോഫിയും ഒക്കെ കിട്ടി. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് അതിന് ഒരു കാര്യം കണ്ടില്ല. ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞോളം തന്നെ എനിക്കത് അനുഭവം ഉണ്ട്. അത് അല്ലെങ്കിലും അങ്ങനെയാണ് പൊതുവേ നമ്മൾ വീട്ടിൽ നിന്ന്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പല കഴിവുകളും വീടുകളിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി താമസമാണ്. ചിലപ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വരുത്താം. പുറത്ത് കിട്ടുന്ന അവസരങ്ങളൊക്കെ ചിലപ്പം വീടുകളിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടത്തില്ലായിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഓക്കെ. മനസ്സിൽ അതുണ്ടെങ്കിൽ അവരത് പ്രകടിപ്പിക്കൂല നമ്മളോട്. അവർക്കറിയാം. അവരിപ്പോ മറ്റുള്ളവരോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ പറ്റി നന്നായിട്ട് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരത് നമ്മുടെ നേരെ അത് അംഗീകരിക്കില്ല. അത് ശരിയാണ്, അതൊരു സത്യമാണ്. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് അനസ്. ഗുഡ് മോർണിംഗ് റൗസ. അവൈലബിലിറ്റി നേരത്തെ അൻസാർ സാർ പറഞ്ഞ പോലെ അവൈലബിലിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. കുറെ നാളായി കണ്ടിട്ട് വീണ്ടും കണ്ടതിൽ സന്തോഷം. ഈ ടൈമിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ 3 മണിയൊക്കെയാണ് സെഷൻ വരുന്നത്. കുറച്ച് നേരത്തെ ആണ്, അല്ല ലേറ്റ് ആയിട്ടും അല്ല, കറക്റ്റ് നല്ല പ്രോപ്പർ ഒരു ഉറങ്ങുന്ന ടൈമാണ് ക്ലാസ്സിന്റെ ഉറങ്ങുന്ന സമയം. സമയമാണ്. മനസ്സിലായി. അതുകൊണ്ടാണ് ഈ മോർണിംഗ് സെഷനിൽ പൊതുവെ വരാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട്. സാറിന്റെ പിന്നെ ടോപ്പിക്കിനെ കുറിച്ചും പിന്നെ ക്ലാസ്സിനെ സെഷനെ കുറിച്ചും പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. ആസ് യൂഷ്വൽ നന്നായിരുന്നു. വീണ്ടും ഒരു ഉണർത്തൽ തന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു തസ്ലീമ മാം. സജിന മാം ലൈനിലുണ്ടോ? ഇനി ആർക്കെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് അനസ് സാറിനെ ഫ്രീ ആയിട്ട് വിടാം. ഉറങ്ങിയിട്ടില്ല സാറ്. അതെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. ഗുഡ് മോർണിംഗ് അനസ് സാർ. ഗുഡ് മോർണിംഗ് മാം. എന്റെ ഫീഡ്ബാക്കും കൂടി ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ. നോ പ്രോബ്ലം. കുറെ നാൾക്ക് ശേഷമാണ് കാണുന്നത് സാറിന്റെ ഒരു സെഷന്. പിന്നെ സാർ എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക് തന്നെ ആയിട്ടാണല്ലോ വരാറുള്ളത്. അതും നല്ല പ്രസന്റേഷനും അടിപൊളിയായിരുന്നു. ഞാൻ 5:45 ജോയിൻ ചെയ്തത്. പക്ഷെ ഒരു 1 അവർ കേട്ടൊരു പ്രതീതിയാണ് എനിക്ക് ഉണ്ടായത്. കാരണം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കുറെ പോയിന്റ് കേൾക്കാൻ വേണ്ടി പറ്റി. അത്രയും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു കതിന മാം. ഞാൻ മോർണിംഗ് സെഷന്റെ റെക്കോർഡുകളൊക്കെ കാണാറുണ്ട്. മാമിന്റെ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അതിനകത്ത് കോൺഫിഡൻസിന്റെ ഒരു കേസൊക്കെ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ റിപ്ലൈ ഇട്ടില്ലെന്നേ ഉള്ളൂ. സെഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഖദീജ മാം ഫേമസ് ആയല്ലോ. സെഷൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു അതിനകത്ത്. പക്ഷെ ആദ്യത്തെ കുറച്ച് റെക്കോർഡ് സെഷൻസ് ഇല്ലെന്ന് തോന്നുന്നു. റെക്കോർഡ് ചെയ്യാനാണോ അതോ കട്ട് ആയതാണോ? ഫസ്റ്റ് ടൈം അല്ലേ? സ്റ്റാർട്ടിങ്ങിലായിരുന്നോ? ഇൻട്രോ അത് കുറച്ച് കട്ടായിട്ടുണ്ട്.
ഖദീജ മാം അല്ലെങ്കിൽ ഫേമസ് ആണ്, ഞാൻ ആവാനൊന്നുമില്ല. നിങ്ങളൊക്കെ കൂടി ആക്കിയതാണല്ലോ. അതിൽ കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞിട്ട് അൻസാർ സാറാണ് എന്താ, ഞാൻ കോൺഫിഡൻസ് ക്ലാസ് എടുക്കാനില്ല എന്നല്ല പറഞ്ഞത്, വീഡിയോ ഓൺ ആക്കാനില്ലായിരുന്നു എന്നാണ്. പക്ഷെ അവരത് വളച്ചൊടിച്ചിട്ട് എന്തൊക്കെയോ അൻസാർ സാറാണ് അതിന്റെ പിന്നിൽ. അതും കേട്ടായിരുന്നല്ലേ. അങ്ങനെ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. ഓക്കെ, സാർ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഓക്കെ, Good morning. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ. ബൈ Thank ബൈ you. ബൈ ബൈ. Have a താങ്ക് good യു. day. Bye. താങ്ക് യു. ബൈ ബൈ.